ഇതെന്താ ഇത്? നാമം ജപിക്കുന്നോ? വന്നാ ഹേയ് നാമം ജപിച്ചൊന്നല്ല. ഞാനേ ഈ നമ്മുടെ കല്യാണത്തിന്റെയും എന്റെ ആദ്യത്തെ കല്യാണത്തിന്റെ ചെലവൊക്കെ തമ്മിൽ ആലോചിക്കായിരുന്നു. ആൾക്കാർക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ മാരേജ് അങ്ങോട്ട് തീർത്താ പോരെ അല്ലേ? എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഓരോ ദുഷ്ചെലവ്? അത് ശരിയാ. ഈ സിംപ്ലിസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ആദ്യ കല്യാണത്തിന് വെളുപ്പിന് 4 മണിക്ക് എങ്ങാണ്ടാ ഞാൻ എഴുന്നേറ്റ്. അതൊന്നും പോരാഞ്ഞിട്ട് സാരി കൊടുത്ത് മേക്കപ്പ് ഇട്ട് ആ ചൂടത്ത് ചിരിച്ച് പണ്ടാരം തുടങ്ങി എങ്ങനെയും ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചാൽ മതി എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് നൈറ്റിന് പാലും പിന്നെ പട്ടുസാരിയായിട്ട് ഞാൻ കയറിപ്പോണ്ടി വന്നേ. ഈ പട്ടുസാരി അയക്കണ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്ത്. നമ്മുടെ ഈ സിജോളിയനും സുഭാഷ് ചേട്ടനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് കേട്ടോ. മനസ്സിലായില്ലേ? അല്ല, എന്ത് എക്സ്പീരിയൻസാ? ഫാമിലി പ്ലാനിങ് എക്സ്പീരിയൻസ് ഒക്കെ. അപ്പൊ അവരിങ്ങനെ പറയായിരുന്നു, എന്നെ ഒന്ന് ഉപദേശിച്ചതാണ്. അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വേഗം നോക്കിയില്ലെങ്കിൽ ജീവിതം ആകെ കോഞ്ഞാട്ടേ പോവും, ആകെ തവിടുകൂടിയായി പോവും എന്നൊക്കെയാണ് പറയണത്. സജുവിന് എന്താണ് ഇതിനെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം? എന്താ? അതിപ്പോ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ലീലാമ്മ ടീച്ചർ ഉണ്ടായിരുന്നു 9ാം ക്ലാസ്സിൽ. എൻ്റെ ബയോളജി ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ടതൊക്കെ ഓരോ ജീവിയുടെയും കടമയാണെന്നൊക്കെ. ലീലാമ്മ ടീച്ചർക്ക് വിവരമുണ്ട്. അതാണ് കടമകളപ്പോ നിറവേറ്റപ്പെടണ്ടല്ലേ? അല്ല, അത് നിറവേറ്റണം. അതിങ്ങനെ വെച്ചിരുന്ന് സമയങ്ങളെന്ന് ശരിയാണ്. അല്ല, എന്നാ പിന്നെ നോക്കല്ലേ? ലൈറ്റ് ഓഫ് ചെയ്യാല്ലേ?